ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതേപോലത്തെ സാധാരണ LED വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു LED കത്തി നിൽക്കുള്ളൂ. നമുക്ക് ഈ ഒരു LED എങ്ങനെ ഇതേപോലെ ബ്ലിങ്കിങ് ആക്കി മാറ്റാം, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോട് തൊട്ടടുത്ത് ബെൽ നോട്ടിഫിക്കേഷനോട് ഞാൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതേപോലത്തെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഇതിന് വേണ്ടതെന്ന് തന്നെ റിലേ ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ കട്ട് ഓഫ് വേണ്ടി ഉപയോഗിക്കുന്ന റിലേ ആണ് ഇത് തന്നെ. അപ്പോൾ ഇതിന് 5 പിന്നാണ് വരുന്നത്. പിന്നെന്ന് പറയുമ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്ന പിന്നാണ്. ഇത് രണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെയും മൂന്നാമത്തെയും പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കോയിലായിട്ട് കണക്റ്റഡ് ആയിട്ട് പിന്നുകളാണ് ഇത് രണ്ടും. പിന്നെ വരുന്നത് NOC. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ റിലേ ആണ് നമുക്ക് ഇതിന് വേണ്ടത്. 1000 UF 25 വോൾട്ട്. ആ 1 വോൾട്ടിൽ തന്നെ ഒരു കപ്പാസിറ്റർ നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് വയറിൽ ഇതേപോലെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നിലേക്ക് സോൾഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ സോൾഡർ ചെയ്യാൻ സാധിക്കും. സെൻറ്ററിലെ പിന്നീട് നമുക്ക് ഇതേപോലെ ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു 3 വയർ ഇതേപോലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പിന്നിന്ന് ഇവിടുത്തെ NC എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നിലോട്ട് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കോമണും പിന്നെ ഇവിടുത്തെ ആ ഫസ്റ്റത്തെ പിന്ന് റിലേ കോയിലായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ആ പിന്നിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് ഈ ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഒരു മൂന്നാമത്തെ പിന്നിലോട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. സോൾഡർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഇതിലേക്ക് ആ ഒരു പിന്നിലോട്ട് സോൾഡർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് എളുപ്പമായിരിക്കും സോൾഡർ ചെയ്യാനൊക്കെ. നമുക്ക് ഈ ഒരു നമുക്ക് ഇതിലോട്ടാണ് സോൾഡർ ചെയ്യേണ്ടത്. ആ ഒരു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം വരുന്നത് നമ്മൾ ആ ഒരു കോമൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നിലോട്ട് സെൻറ്ററിൽ വരുന്ന ആ ഒരു പിന്നിലോട്ട് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ കണക്ഷൻ വരുന്നത്. ഇത് മൂന്നാമത്തെ ആ ഒരു പിന്നിന്ന് കോയിലുമായിട്ട് വരുന്ന ആ ഒരു പിന്നിന് നമുക്ക് ഇവിടെ NC എന്ന് പറഞ്ഞ ഒരു പിന്നിലോട്ട് നമ്മൾ ഇതേപോലെ ഒരു വയർ കണക്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കോമൺ വയർ. പിന്നെ ഫസ്റ്റത്തെ ആ ഒരു അത് കോയിലായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പിന്നാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇതേപോലെ തന്നെ വയർ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത് ഒരു മൂന്നാമത്തെ പിന്നിലും പിന്നെ ഒരു കോമൺ എന്ന് പറഞ്ഞ ഒരു പിന്നിലോട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് LED ഒന്ന് കണക്ട് ചെയ്യാം. പ്ലസ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു LED ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു LED നമ്മൾ കണക്ട് ചെയ്യേണ്ടത് കപ്പാസിറ്ററിൻ്റെ ആ നെഗറ്റീവ് ലീഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിലോട്ടാണ് ഫസ്റ്റ് പിന്നിലോട്ടാണ് നമ്മൾ ആ LEDയുടെ മൈനസ് ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ വർക്ക് ചെയ്യണ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് റിലേ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ LEDനെ ബ്ലിങ്കിങ് ആക്കി മാറ്റാൻ സാധിക്കും. അടുത്തൊരു രീതിയും കൂടി ഉണ്ട്. അപ്പോൾ ആ രീതിയിലും കൂടി ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു 3 രൂപ 2 രൂപ തന്നെ ഇതേപോലത്തെ ഒരു 5 രൂപ അടുത്തൊക്കെ വരെയുള്ളവർക്ക് ഈ ഒരു LED ഇത് നമ്മൾ മൾട്ടി കളർ വരുന്ന LED ആണ്. അപ്പോൾ ഈ ഒരു LED മാത്രമേ നമുക്ക് അതിന് വേണ്ടൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ബാറ്ററി, LED, പിന്നെ അതിനൊരു കണക്ട് ചെയ്യാനുള്ള കണക്ടർ, ഇത്ര സാധനങ്ങൾ നമുക്കത് വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നീളം കൂടി പിന്നെ പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പോൾ അത് മാറിപ്പോകാതെ തന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ ആ റെഡ് വയറിലോട്ട് അപ്പോൾ അതിൻ്റെ ആ ബാറ്ററിയുടെ ആ ക്ലിപ്പ് വരുന്ന ആ റെഡ് വയറിലോട്ട് നമുക്ക് ആ ഒരു പ്ലസ് കണക്ട് ചെയ്യാം. ഇതാണ് ആ ഒരു പ്ലസ് വരുന്നത്. നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതോടുകൂടെ നമുക്ക് LEDയുടെ പ്ലസ് ഇതാണ് LEDയുടെ പ്ലസ് വരുന്നത്. ഇതാണ് LEDയുടെ പ്ലസ് തന്നെ. ആ ഒരു വയറും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു LEDയുടെ ആ ഒരു പ്ലസ് വയർ നമ്മൾ അതിലോട്ട് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. LEDയുടെ നെഗറ്റീവിലോട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ കണക്ട് ചെയ്യാം. ഇതേപോലെ കണക്ട് ചെയ്യാം. ഇത്ര ഉള്ളൂ അതിൻ്റെ ഒരു സർക്യൂട്ട്. ഇനി നമുക്ക് ഒന്ന് ബാറ്ററിയിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിരിക്കണ ഒരു LED വർക്ക് ചെയ്യണ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഒരു LED വർക്ക് ചെയ്യുക. നമ്മൾ കണക്ട് ചെയ്യുക, ആ ഒരു LED വർക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാനായിരിക്കും. ഒരുപാട് വയറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ബാറ്ററിയും ചെറിയൊരു LED ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഒരു ഇതേപോലത്തെ LEDകളെ ബ്ലിങ്കിങ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.